ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഗൈസ്, ഓക്കെ, ഞാൻ യൂട്യൂബിലൊരു യൂട്യൂബറിൻ്റെ സെർവർ കണ്ടു ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് കയറി വയ്ക്കാമല്ലോ ഗൈസ്. ഓക്കെ, ഇപ്പോൾ സെർവർ ലോക്കാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കയറാം ഗൈസ്. ഗൈസ്, പ്ലേ യൂസ് എന്നാണ് ഗൈസ് നമ്മുടെ സെർവറിൻ്റെ പേര്. അപ്പോൾ ഗൈസ് നമുക്ക് കയറി നോക്കാം. ഈ സെർവറിൽ നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം ഗൈസ്. എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം ഗൈസ്. ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇതിലൊന്ന് കയറി നോക്കിയിരുന്നു ഗൈസ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. ഗൈസ്, ഈസ് എ ലോട്ട് ഓഫ് ടൈം. A few moments later. യെസ് ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നിൽക്കണത് ഞാൻ ഒരാളുടെ സെർവറിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്കറിയില്ല നമ്മളെ കണ്ട നമ്മളെ പിടിക്കുന്ന വെച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊരു ഇൻട്രോ പറയാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി ഗൈസ്. അതായത് കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അത്യാവശ്യം ദിവസമായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മളത് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഈ ഒരു ബേസ് ഇവൻ്റെ ഏതൊരാളുടെ ഒരു ബേസാണ് കേസ്. ഓക്കെ, അത് നമ്മളിന്ന് ഫുള്ള് കറങ്ങാനായിട്ട് പോകണം കേസ്. എന്തൊക്കെയുണ്ടോ നമുക്ക് യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളോട് നോക്കും കേസ്. ഓക്കെ, വേറെ കാര്യം, ഇതിൻ്റെ ആൾ വരണത്തിന് മുമ്പ് നമുക്ക് വേഗം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം കേസ്. ഓക്കെ, സെർവർ കുറച്ച് ലാഗിയാണ്. എനിക്ക് ഇവിടുന്ന് എവിടെ നിന്നൊക്കെയോ ചെറിയ ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പയ്യെ മുന്നോട്ട് പോവാം ഗൈസ്. ഈ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലാഗ് വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ ഒരു ഷീപ്പൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കതും നല്ല ഗൈസ് കാര്യമാക്കണ്ട. ഇപ്പം എന്തായാലും ഇതിൻ്റെ അഡ്മിൻ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, ക്രിയേറ്റർ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല ഗൈസ്. കാര്യമൊക്കെ അത്യാവശ്യം ഇത് വലിയൊരു ബേസ് തന്നെയാണ് ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചാണ്. അതിനും സം ഓഫ് റീസൺസ്. അതായത് ഒരു എൻജോയ്മെൻറ്റ് ടേബിളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ബേസിൽ നിന്ന് കുറച്ചിറങ്ങിയിട്ട് പോയി നോക്കാം ഗൈസ്. വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ആയിട്ട് വന്നിട്ടുണ്ടോ ഗൈസ്. ഇതിൻ്റെ അഡ്മി വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഫാമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊരു ബിഗ് ഫാമാണ് ഗൈസ്. ഓക്കെ, ഇവിടെ കയറി നമുക്ക് ഫുഡിനുള്ളതൊക്കെ ഉണ്ടാവില്ലേ ഗൈസ്. സെർവർ കുറച്ച് ലാഗിയാണ്. ഓ മൈ ഗോഡ്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. ശരി, നമുക്ക് അന്നും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ കാര്യം നോക്കാം ഗൈസ്. ഇങ്ങനൊരു വഴി ഉണ്ട്. പോയാൽ നമ്മളിപ്പോൾ ഇടമൊന്നും അറിയില്ല ഗൈസ്. കാരണം അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ എന്നുള്ളൊരിതാണ് ഗൈസ്. ഇവിടെ ഒരു വീടുണ്ട് ഗൈസ്. ഓക്കെ, കുറച്ച് ഗൈസ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഗൈസ്. ഓക്കെ, ഇവിടെ അങ്ങനെ ആരും വരില്ലെന്ന് തോന്നുന്നു. യെസ്, മൈ ഗോഡ്, അയ്യണോ? ഓക്കെ, ഇവിടെ അയ്യണുണ്ട്. സെർവർ കുറച്ച് ലാഗിയാണ് ഗൈസ്. ഗൈസ്, നമുക്ക് വാലും കാര്യമൊക്കെ നിറച്ചിടാം ഗൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം ഗൈസ്, നമുക്ക് ഇത് ചാറ്റ് ഒന്ന് ഓഫാക്കിയിടാം ഗൈസ്. കമൻസ്, അതായത് ഈ ഒരു ഭാഗം നമുക്ക് ഓഫാക്കിയിടാനായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നു ഗൈസ്. ഗൈസ്, ഐ ഗീവ് യു എവരിത്തിങ്. ഓക്കെ, ആളുകളുണ്ട് ഗൈസ്. കുറച്ച് ലാഗിയാണ് ഗൈസ് സെർവറും. വേറെ കാര്യം, നമുക്ക് ഇവിടുന്ന് പോകാനാണ് കുറച്ച് നല്ലത്. എന്തോ ഫാമാന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഫുഡ് റിസോഴ്സസ് ആണ് ഗൈസ്. അതായത് നമുക്ക് ഇതിൽ കുറച്ച് അപ്ഗ്രേഡ് ആവാനുണ്ട് ഗൈസ്. ഓക്കെ, മറ്റുള്ളവരൊക്കെ നെതറേറ്റൊക്കെ ആയിരിക്കും, നമ്മൾ മാത്രമാണ് ഗൈസ് ഇങ്ങനെ കൊണ്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്രോ ആവണം ഗൈസ്. നമുക്കെന്തായാലും ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ആ ഒരു ഭാഗത്ത് പോയി നോക്കാം. കണ്ണി കാണുന്ന ആടിനൊക്കെ വേണമെങ്കിൽ നൈസായിട്ട് തട്ടാം. ഏത് അപ്പോൾ തട്ടാം ഗൈസ്. പിക്കാക്സേ ഉള്ളൂ ഗൈസ്. സെർവർ കുറച്ച് ലാഗിയാണ്. നമ്മൾ ക്ഷമിക്കണം മച്ചാനെ ഗൈസ്. ഓക്കെ, MLG ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. ഇതെന്താ ഗൈസ്, എന്താ ഗൈസ് അവിടെ ചെയ്ത് വെച്ചിരിക്കണേ? ആർക്കറിയാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതുണ്ടാക്കിയ ആൾ കുറച്ചൊരു വട്ടനായിരിക്കും. എന്തായാലും
ഒരാളായിരിക്കും ഗൈസ്. ഗൈസ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഗൈസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് ബ്രോ. ഓക്കെ, ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹെൽപ്ഫുൾ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് സപ്പോർട്ട്. എനിവേ നമുക്ക് ഇവിടെ നിന്ന് കയറി വെക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ചുറ്റി കറങ്ങി വെക്കാം ഗൈസ്. എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് യൂസ് ആയിട്ടുള്ള ഒരു ഡയമണ്ടോ എന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. ഓക്കെ, എന്താണ് ഗൈസ് അത്? എന്താ ബ്രോ അത്? ഗൈസ് അതെന്താണ് ഗൈസ്? ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഗൈസ്. വേറെ കാര്യം ഇതെന്താ? 5 humans, 1 human. ഓ മൈ ഗോഡ്, പറയാൻ പറ്റില്ല ഗൈസ്. വല്ല ട്രാപ്സ് എങ്ങനെ ഉണ്ടാവും ഗൈസ്, അതൊരു പ്രശ്നമാണ് ഗൈസ്. ഇത് എന്താണ് ഗൈസ് ഇത്? ഗൈസ് ഇവ ഉണ്ടാക്കിയ ആളൊരു കുറച്ച് എന്താണ് ഗൈസ് ഇത്? ഓ മൈ ഗോഡ്. എനിവേ കോഴിച്ചേട്ടോ നിൽക്കൂ. കോഴിയൊന്നും കയ്യിൽ കിട്ടണമെന്നില്ല ഗൈസ്. സർവർ ഭയങ്കര ലാഗിയാണ്. ഇത്രയും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് എങ്ങനെ ഗൈസ് ലാഗ് അടിക്കാണ്ടിരിക്കുക? എന്ത് ചെയ്യാനാ? വേറെ കാര്യം ഇതിൽ മൊബൈൽ പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നുന്നു മൊബൈൽ പ്ലെയേഴ്സൊക്കെ ഉണ്ടാവും. ഒരു ഹെഡ് ഉണ്ട്. എന്താണ് അവിടെ? എന്ത്? സ്പേസ് വാസ് ഹിയർ ആൻഡ് റീഫെഡ് യു. നൈസ്. കുറച്ച് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കാം ഗൈസ്. നമുക്ക് ബോൺ മീലൊക്കെ നമുക്ക് പെറ്റ്സിനെ ഇതാക്കാം. ഇതൊക്കെ കുറച്ച് ആവശ്യം വരും ഗൈസ്. സം ഓഫ് ബ്ലോക്സ് ആവശ്യം വരും എന്നാണ് തോന്നുന്നത്. ഓ വെയ് നമുക്കൊരു ബേസ് ഉണ്ടാക്കണം ഗൈസ് ഈ സെർവറിൽ. ഇന്ന് ഞാൻ ജസ്റ്റ് അയൺ ബ്ലോക്കോ ഷവലൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡില്ല ഗൈസ്. ഓ മൈ ഗോഷ് ഗൈസ്, ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടാവും ഗൈസ്, ആരെങ്കിലും ഉണ്ടാവും തോന്നുന്നു ഗൈസ്. പുറത്തിറങ്ങി ഓടാൻ ഗൈസ്. വെള്ളത്തിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, കുറേ തരം ബിൽഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആരാന്നറിയില്ല ഗൈസ്. ഇതാണ് നമ്മൾ അവിടെ കണ്ട അയാളുണ്ടല്ലോ, അങ്ങേരാന്ന് തോന്നുന്നു ഗൈസ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേ. വേറെ കാര്യം ഗൈസ്, ഇത് ഇവിടുത്തെ സെർവറല്ല ഗൈസ്. ഓക്കെ, അറിയില്ല ഗൈസ് ഇത് എവിടുത്തെ സെർവറെന്ന് അറിയില്ല. ഞാൻ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പം അതിലൊന്ന് കയറി നോക്കിയതാണ് ഗൈസ്. ഓക്കെ, ഇത്രയും അപ്ഗ്രേഡ് ആവാനായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണ് ഗൈസ് ഈ ഒരു നിലയിൽ അപ്ഗ്രേഡായി. ഒരു അയൺ സെറ്റ് ആവണമെന്നുണ്ട് ഗൈസ്. ഇനി ഒരു ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യണം. അപ്പം അതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ഉദ്ദേശം ഗൈസ്. ഇവിടെ ഓരോ ഫ്ലാഗും ബീക്കണൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ എന്താ സംഭവം എന്താണെന്നറിയില്ല ഗൈസ്. കിടിലൻ ബിൽഡാണ്. ഞാൻ ഇവിടെ മുമ്പ് വന്നിരുന്ന സമയത്ത് ഇങ്ങനൊരു ബിൽഡ് ഞാൻ ഇവിടെ കണ്ടില്ല. ഇതെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? തേർഡ് ഇൻ ദ കമാൻഡ്. എന്തൊക്കെയാണ് ഗൈസ് ഈ കൊച്ച് സെർവറിൽ നടക്കുന്നത്? വാട്ട് ഈസ് ദിസ്? പ്ലെയേഴ്സിൻ്റെ ഹെഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെയും കണ്ട അവിടെ ഹെഡാക്കി വെക്കും ഗൈസ്. നൈസായിട്ടൊന്ന് പോവാം. ഇതെന്തോ ഗൈസ് ഇത്? ദൈവമേ, ഇതൊക്കെ എന്തൊക്കെ കാണണം ഗൈസ്. നമുക്ക് ഈ വഴി കൂടെ നമുക്ക് പോവാം ഗൈസ്. ചെസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. ചെസ്റ്റിലൊന്നും ആവശ്യമുള്ളതായിട്ടുണ്ടാവില്ല ഗൈസ്. വെയിറ്റ് നമുക്ക് ഇതൊക്കെ ആവശ്യം വരുമായിരിക്കും ഗൈസ്. ഫോണൊക്കെ ആവശ്യം വരുമായിരിക്കും. എടുത്ത് വയ്ക്കും ഗൈസ് കയ്യിൽ. ഇത് ഓ മൈ ഗോഡ് ഗൈസ്. സെർവർ ഒന്ന് നൈസായിട്ട് പോയി ഗൈസ്. ഓക്കെ, കയ്യിൽ നിന്ന് പോയി സെർവർ കയ്യിൽ നിന്ന് പോയി ഗൈസ്. നമുക്കൊന്നുകൂടി ലോഗ് ചെയ്യാം ഗൈസ്. ഐ തിങ്ക് സെർവർ ക്രാഷ് ആയതായിരിക്കും ഗൈസ്. ഓക്കെ, ഞാനിത് ഫോണിലാണ് ഗൈസ് കളിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ് നമ്മൾ ഫേസ് ചെയ്യാൻ. ഓക്കെ, അത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. ഞാൻ ചെയ്യാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ഏതൊരു പട്ടിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് അതിനെ കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. ബേസിനകത്തുനിന്ന് പ്രവേശനം നോക്കുക. ആൾ കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു ഗൈസ്.
ഗൈസ് ലാഗ് ആയതുകൊണ്ട് തുറക്കാൻ പോലും പറ്റില്ല ഗൈസ്. സ്കാരിക്കുന്നൊരു ബേസാണ് ഗൈസ്. ഫുഡ് എന്തായാലും ഹങ്കർ ബാർ കൂട്ടിയേക്കും ഗൈസ്. ഗൈസ് ഇതൊക്കെ കാരിക്കൊരു ബേസാണ്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ഐ തിങ്ക് നമുക്ക് സ്റ്റോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. ബട്ട് ഇവിടെ ഒരു ബീക്കൺ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ബീക്കൺ ഉണ്ടെന്നുള്ള സത്യം. ഇത് ഉണ്ടാക്കിയാൽ എന്തായാലും പുറത്ത് പോയിട്ടുണ്ടാവും ഗൈസ്. അതിന് പെർമിഷൻ ഇല്ല. കൊള്ളാം ഗൈസ്. ഇവൻ്റെ ക്രിയേറ്റിവിറ്റി അത്യാവശ്യം നൈസാണ് ഗൈസ്. കഴിക്കാലും ഞാൻ വിചാരിച്ചത് വലിയ കഥയില്ല എന്നാണ് ഗൈസ്. കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോക്സ് ഒന്നും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല ഗൈസ്. വാട്ട് ഈസ് ദ കൊടിയാണ് ഗൈസ്. ഓക്കെ ഗൈസ് രാത്രിയായി വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ഈ ടൈമിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. മിക്കവാറും വേറൊരു പാട്ട് ഇറക്കേണ്ടി വരും. ഇതെന്താണ്? ഓ എൽഡോറിയൻ ബാങ്കോ. യോ ഇതൊരു വലിയൊരു ബാങ്കാണോ? ഗൈസ് വേറൊരു കാര്യം ഗൈസ്, ഇതിൽ ബാങ്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അധികം നേരമായിട്ടില്ല ഗൈസ് ഈ സെർവറിൽ ജോയിൻ ചെയ്തിട്ട്. ബട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുത്തു ഗൈസ്. ഇതൊക്കെ വഴിയേ പറയാമെന്ന് വെച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇതുകൂടെ കണ്ടപ്പോൾ ഗൈസ് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്. ഞാൻ ഇങ്ങനെ തോണ്ടി വന്നപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഡയറക്ഷൻ വഴി വന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഈ വഴി എത്തിയത്. അപ്പോഴാണ് ഗൈസ് ഞാൻ ഇതൊക്കെ കാണുന്നത്. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ മതി ഗൈസ്, കമൻസിൽ പറഞ്ഞാൽ മതി എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇനി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ്. ഓക്കെ. ഓ മൈ ഗോഷ് ബ്രോ. ഈ സെയിം ടൈമിലാണോ സ്കെൽറ്റൻസൊക്കെ സ്പോൺ ആവുക ഗൈസ്? അതൊരു വെറും സ്കെൽറ്റൻ അല്ല ഗൈസ്. അത് വേറൊരു സ്കെൽറ്റൻ അല്ല. അതൊരു ഭയങ്കര, അതായത് നോർമൽ സ്കെൽറ്റനേക്കാളും കുറച്ചുകൂടി പവർ കൂടിയ സ്കെൽറ്റനാണ് ഗൈസ്. പവർ കൂടിയ സൈസുള്ള ഒരു സ്കെൽറ്റനാണ്. അതുകൊണ്ടാണ് ഗൈസ് കൂടി. അതായത് ഈ സെർവറിൽ സം മോഡ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ചത്താനായിരുന്നു. ഓക്കെ, ഈ സെർവറിൽ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ കുറച്ച് മോഡുകളുണ്ട് ഗൈസ്. അതായത് ഓരോ സ്കെൽറ്റൻസിലൊക്കെ അവർക്ക് കുറച്ച് പവർ കൂടിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് വേണം ഗൈസ് കളിക്കാതെ നമുക്ക് പണിയാവും. വേറെ ഗൈസ് നമ്മൾ ഇപ്പോൾ ഒരുപാട് സമയം പോയതുകൊണ്ടാണ് ഗൈസ് ഇനി പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു അയൺ ബ്ലോക്സിൻ്റെ ഒരു സംഭവം ഉണ്ട് ഗൈസ്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തിനാണോ ഒക്കെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഞാൻ ഇവിടെ തൊട്ടടുത്തായിട്ട് എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അതായത് ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിച്ചാൽ നമ്മളെ തൂക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നോക്കിയിട്ടും കണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ബേസ് ഇവിടെ എവിടെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വേറെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ ബേസ് ഞാൻ തന്നെ മറന്നു ഗൈസ്. അതാണ് ഏറ്റവും രസം. ഇത് ഗൈസ് ഗൈസ് ആ കാണുന്ന ആ ഒരു സ്ഥലം കണ്ടു ഗൈസ്. ആ സ്ഥലത്തായിട്ടാണ് എൻ്റെ ഒരു ബേസ് വരുന്നത് ഗൈസ്. ചാവാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, ചാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഐ തിങ്ക്. ഓ മൈ ഗോഡ് ഗൈസ്, ഷിറ്റ്. ചത്തില്ലാന്ന് മാത്രം. ഓക്കെ, ചത്തില്ലാന്ന് മാത്രം ഗൈസ്. ഇവിടെ എവിടെയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഗൈസ്. ഇത് ഗൈസ് ഈ സ്ഥലമാണ്. വെയിറ്റ്, നമുക്ക് കുറച്ച് നാളെയും കണ്ടു. ഇവിടെയാണ് എൻ്റെ എൻട്രൻസ്. ഗൈസ് ഇതാണ് ഗൈസ് ഞാൻ എൻ്റെ ഓണർ പോലും അറിയാണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. സംഭവം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആവാൻ ഈ സ്ഥലത്ത് കുറച്ച് നാൾ നിൽക്കേണ്ടി വരും ഗൈസ്. നമുക്ക് സ്വന്തമായിട്ട് ബേസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ കമൻറ്റിൽ പറയുക ഗൈസ്, നിങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ടൊക്കെ ബേസ് ഉണ്ടാക്കണോ
ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ വേണം പറയാം ഗൈസ്. ഓക്കെ, യാ നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ ഞാൻ ഇവൻ്റെ ഒരു ഒരു മതിലാണ് ഗൈസ് ചെക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഗൈസ് ഞാൻ റീസ്പോണൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ്. ഉറങ്ങുകയാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഇതാവും ഗൈസ്. 40 പ്ലെയേഴ്സാണ് ഗൈസ്. ഓക്കെ, 40 പ്ലെയേഴ്സാണ് ഉള്ളത്. ഇതിൽ ഞാനും കൂടി ഒരു പ്ലെയറാണ് ഗൈസ്. അപ്പോൾ ഈ സെർവറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഗൈസ് എനിക്കറിയില്ല. ഇപ്പോൾ ഇത് ജോയിനിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞെന്ന് അറിയില്ല ഗൈസ്. എന്നാലും നോക്കാം ഗൈസ്. എനിക്കാണ് 3 ഡയമണ്ട് ഉണ്ട് ഗൈസ്. 3 ഡയമണ്ട് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഗൈസ് അത്രയ്ക്കൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, ഇതുപോലത്തെ കിടിലം കണ്ടന്റുകളായിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. ബൈ.